Hi, welcome to Ammu's Yummy Kitchen. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് മെറിൻക്യൂ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണിത്. ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. മുട്ടയും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കുക്കീസ് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള മെറിൻക്യൂ കുക്കീസ് റെഡിയാക്കാൻ നോക്കാം. മെറിൻക്യൂ കുക്കീസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് ഞാൻ 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. 3 മുട്ടയുടെ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ 1/2 കപ്പ് വരും കേട്ടോ. 3 മുട്ടയുടെ വെള്ളം എന്ന് പറയുമ്പോൾ 1/2 കപ്പ്. ഈ മുട്ട നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം. ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് യൂസ് ചെയ്യരുത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, റെഡ് ഫുഡ് കളറ്. ഈ ഫുഡ് കളറ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. ഫുഡ് കളറ് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ മെറിൻക്യൂ കുക്കീസ് റെഡിയാക്കാൻ നോക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, ക്ലീനായിട്ട് ഉണ്ടാവണം ബൗള്. ഈ ബൗളിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഈ മുട്ട ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്തിട്ട്, പൊടിച്ച് വെച്ചില്ല നമ്മൾ പഞ്ചസാര, അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഈ മിക്സ് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ഇനി അടിച്ചെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത് എന്താ വെച്ചാൽ നമ്മൾ ഈ ബൗൾ ഇങ്ങനെ കമത്തുമ്പോൾ അടക്കം അങ്ങനെ വീഴാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പരിവം. കണ്ട, ഈ ബൗൾ ഇങ്ങനെ കമഴ്ത്തുമ്പോൾ ഇത് കണ്ട ഒറ്റ വീഴുന്ന പോലും ഇല്ല. അത്രയ്ക്ക് നമ്മൾ കട്ടിയിൽ വേണം ഇത് ഒന്ന് അടിച്ചെടുക്കാൻ. പിന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ കോൺ ടൈപ്പ് പോലെ വരണം. അതാണ് അതിൻ്റെ പരിവം. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കണ്ട ഇങ്ങനെ സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കും. കണ്ട കോൺ ടൈപ്പിൽ നിൽക്കുന്നുണ്ട, അത് ടൈപ്പിൽ വേണം ഇത് നിൽക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കട്ടിക്ക് വേണം നിങ്ങൾ ഇത് എടുക്കാനായിട്ട്. ഇനി ഞാനിത് 2 ബൗളിലോട്ട് മാറ്റുകയാണ്. ഒന്നിലും ഞാൻ വെള്ളമായിട്ട് തന്നെ ചെയ്യുന്നത്. രണ്ടാമത്തെ ബൗളിൽ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തു, റെഡ് കളർ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് ഭാഗം ഞാൻ മാറ്റാൻ പോവാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ കളറൊന്ന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കളർ ഒരു ഇത്തിരി കമ്മിയാണ്. അപ്പം ഞാൻ ഒരു നുള്ളു കൂടി ഞാൻ ചേർക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് ഞാൻ പിങ്ക് കളറാക്കിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ സെയിം വൈറ്റ് കളർ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് കിറ്റിലേക്ക് ആക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു പൈപ്പിംഗ് കിറ്റിലേക്ക് നമുക്ക് ഈ കൂട്ട് മാറ്റാം. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് ഞാൻ ഇതുണ്ടോ ഇങ്ങനത്തെ പൈപ്പിംഗ് ബാഗ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൈപ്പിംഗ് ബാഗ് എടുത്താലും മതി. അല്ല നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുമാതിരി സിബ്ലോ കവർ കിട്ടുമല്ലോ, ഇതുപോലത്തെ സിബ്ലോ കവർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഹോള് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ആ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് നിങ്ങൾ ചെയ്താലും മതി. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി സൗകര്യമാണ്. അല്ല ഇല്ലാത്തവർക്ക് സിബ്ലോ കവർ എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇങ്ങനത്തെയാണ് കേട്ടോ. പൂ മോഡലത്തെ ടിപ്പാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ടിപ്പാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഇനി ഗ്ലാസ്സിലോട്ടൊന്ന് ഇറക്കിയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് നേരത്തെ അടിച്ചു വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതെല്ലാം ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാം.
ഇപ്പം ഞാനിങ്ങനെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇതേപോലെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെച്ചില്ലേ, അത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അതിലേക്ക്. ഇപ്പം ഞാനിതെല്ലാം ഒരു ഫസ്റ്റ് ബാച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവനിലാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓവൻ നമ്മളൊരു 200 ഫാരൻഹീറ്റിൽ നമ്മളൊരു 1 hour 30 minutes വെക്കണം. അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഞാനിത് ഓവനിലോട്ട് വെക്കാൻ പോവാണ്. ഇപ്പം ഞാൻ രണ്ടാമത്തെ സെക്ഷനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് വെള്ളയും അതുപോലെ തന്നെ നേരത്തെ എടുത്ത് വെച്ച ലൈറ്റ് പിങ്കും ഒന്നിച്ചാണ് ഞാൻ എടുത്ത് വെച്ചത്. അപ്പം ഞാനിങ്ങനെ രണ്ടാമത്തെ സെക്ഷനും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇതെൻ്റെ മോള് റെഡിയാക്കിയതാണ് കേട്ടോ. കുട്ടി ഇത് എൻ്റെ മോള് റെഡിയാക്കിയതാണിത്. ഇതുകൂടി ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാണ്. ഇപ്പോൾ ഈ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഈ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കുക്കീസ്. കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ കുക്കീസ്. ഇത് ഞാനൊന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ? ഇത് എൻ്റെ മോളുണ്ടാക്കിയതാണ്. മോളുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ്. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ആകെ 2 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. മുട്ടയും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് എമ്മി കിച്ചൻ.